Please listen carefully. Empowering ethically and enabling our youth through debates and thoughts. Only on White Tips. വൈറ്റ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ സമൂഹം വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണിത്. ഇന്നത്തെ യുവജനങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ പൊതുസമൂഹം പറയുന്നത് ഇപ്രകാരമാണ്: മൂല്യബോധമില്ലാത്ത ഒരു തലമുറ. നമ്മുടെ യുവജനങ്ങൾ മൂല്യബോധമില്ലാത്ത തലമുറയായി വളർന്നു വരുന്നു എന്നാണ് പൊതുവെയുള്ള ഒരു സംസാരം. അത് എത്രമാത്രം ശരിയാണെന്ന് നമുക്കറിയത്തില്ല. എന്നാൽ ഇതിൻ്റെ വാസ്തവം എന്താകുന്നു, ഇതിൻ്റെ നിജസ്ഥിതി എന്താകുന്നു എന്നുള്ളത് അല്പമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാമെന്നാണ് ഈ എപ്പിസോഡിലൂടെ ആഗ്രഹിക്കുന്നത്. Mrs. Ajita K.M., Teaching Faculty, San Jose CMI Public School. Mr. Jiju Varghese, Motivation Speaker, Trainer and Radio Jockey. Reverend Dr. George Varghese, Marthoma Guidance and Counseling Center, Ernakulam. San Jose CMI Public School, Koduveli P.O., Karimannur, Thodupuzha. നമ്മളെല്ലാവരും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ മൂല്യബോധങ്ങളുള്ളവരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള ചില മൂല്യബോധങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളെന്ത് പറയുന്നു? ഈ മൂല്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള മൂല്യങ്ങൾ നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്കൊന്ന് പറയാമോ? നിങ്ങളിലുള്ള ചില മൂല്യങ്ങൾ എന്താകുന്നു എന്നൊന്ന് പറയാമോ? പല മൂല്യങ്ങൾ ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ ഉണ്ടാവും. അതിൽ ചിലതാണ് ഒബീഡിയൻസ്, അനുസരണ, അഥവാ കമ്പാഷൻ, മറ്റുള്ളവരോടുള്ള ആദരവ്, മറ്റുള്ളവരോടുള്ള റെസ്പെക്ട് എന്നിവ ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ കാണാവുന്ന. സോ അനുസരണം, ആദരവ് അല്ലെങ്കിൽ റെസ്പെക്ട്, ഇതൊക്കെ ഞങ്ങളിലുള്ള മൂല്യങ്ങളാണെന്നാണ് പറയുന്നത്. അതെ, ഞാൻ പറയുന്നു. മറ്റേതെങ്കിലും മൂല്യങ്ങൾ നിങ്ങൾക്ക് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഈ രണ്ടെണ്ണം അല്ലാതെ വേറെ ഏതെങ്കിലും മൂല്യങ്ങൾ നിങ്ങളുടെ? യെസ്, പറഞ്ഞാൽ. വിദ്യാർത്ഥി എന്ന നിലയിൽ സത്യസന്ധരായിരിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്. അതുപോലെ അച്ചടക്കം വേണം, സത്യസന്ധത വേണം. ഇതൊക്കെ ഞങ്ങളുടെ ഇടയിലുള്ള മൂല്യങ്ങളാണെന്നാ പറയുന്നത് അല്ലേ? അതുപോലെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം, ആളുകളെ ബഹുമാനിക്കണം, അവരോടൊരു കമ്പാഷൻ വേണം, ആദരവ് കാണിക്കണം. വേറെ എന്തെങ്കിലും മൂല്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടോ? സമൂഹത്തിൽ നമ്മൾ പാലിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ടതായ മറ്റെന്തെങ്കിലും മൂല്യങ്ങൾ? യെസ്, പറഞ്ഞാൽ. പരസ്പര സ്നേഹം. പരസ്പര സ്നേഹം എന്നുള്ളൊരു മൂല്യം ഉണ്ടായിരിക്കണം. ഇത് എന്തോ പറയാൻ ശ്രമിക്കാണല്ലോ, പറഞ്ഞാട്ടെ. നമ്മൾ മറ്റുള്ളവരോട് ദയവ് കാണിക്കണം, കൈൻഡ്നസ്. മറ്റുള്ളവരോട് ദയവ് കാണിക്കുന്നവരായിരിക്കണം. അപ്രീസിയേഷന്. വെരി ഗുഡ്. അനുകമ്പ. മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സ് വേണം. സഹായ മനസ്ഥിതി. അപ്പോൾ ഒരുപാട് മൂല്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ കൂടെ വരുന്നുണ്ടല്ലേ? ഈ മൂല്യങ്ങളൊക്കെ ഞങ്ങൾ പാലിക്കേണ്ടതാണ് എന്നാണ് നിങ്ങൾ പറയുന്നത്. ഈ മൂല്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ എവിടുന്നാ കേട്ടിട്ടുള്ളത്? ഈ മൂല്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് എവിടുന്നാ വരുന്നത്? ഇതിനെക്കുറിച്ച് ആരിൽ നിന്നാണ് നിങ്ങൾ ആദ്യമായിട്ട് കേട്ടത്? യെസ്, ആദ്യമായി മാതാപിതാക്കളാണ് ഞങ്ങളെ ഇതെല്ലാം പഠിപ്പിച്ചത്. പിന്നെ സ്കൂളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അധ്യാപകർ ഞങ്ങൾക്ക് മൂല്യങ്ങളെ കുറിച്ച് പറഞ്ഞു തന്നു. അങ്ങനെ സമൂഹത്തിൽ ഇറങ്ങിയപ്പോൾ പല വിധത്തിലും സഹായിക്കാൻ മനസ്സുള്ളവർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഈ മൂല്യങ്ങളെ കുറിച്ച് ഞങ്ങൾ കേട്ടു തുടങ്ങിയത് ഞങ്ങളുടെ വീട്ടിൽ നിന്നാ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നാ. മാതാപിതാക്കളിൽ നിന്നുള്ള മൂല്യബോധം, അതാണ് ആദ്യം നമ്മൾ ഉൾക്കൊള്ളുന്ന മൂല്യബോധം. അതോടൊപ്പം പറഞ്ഞു ഞങ്ങൾ പഠിക്കുന്ന സ്കൂള്, ആ സ്കൂളിൽ നിന്ന് ഒരുപാട് മൂല്യങ്ങൾ ഞങ്ങൾ പഠിക്കുന്നുണ്ട്. അതുപോലെ ഞങ്ങളുമായിട്ട് ഇടപെടുന്ന ആളുകളിൽ നിന്ന് ഒരുപാട് മൂല്യങ്ങൾ പഠിക്കുന്നുണ്ട്.
അങ്ങനെയാണെന്ന് വരികിൽ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ കുടുംബമാണെന്നാണ് നിങ്ങൾ പറയുന്നത്. ജിജു സാറ്, സാറിൻ്റെ അഭിപ്രായം ഇതിനെക്കുറിച്ച് എന്താണ്? ഈ കുടുംബമാണ് മൂല്യങ്ങൾ ആദ്യമായിട്ട് കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. ഇന്നത്തെ കുടുംബത്തിൽ അത് നടക്കുന്നുണ്ടോ? കുടുംബം തന്നെയാണോ ഈ മൂല്യം പകർന്നു കൊടുക്കേണ്ടത്? സാറിൻ്റെ അഭിപ്രായം കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആദ്യമായിട്ട് എനിക്ക് ഇതിൽ ഉപയോഗിക്കേണ്ട ഒരു ഇംഗ്ലീഷ് പദമുണ്ട്, ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. വീട്ടിൽ തന്നെ കൊടുക്കേണ്ട മൂല്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അടിസ്ഥാനം അല്ലെ ഫൗണ്ടേഷൻ തന്നെ സെറ്റായി ഒരു ഇൻഡിവിജ്വലിനെ സൊസൈറ്റിയിലോട്ട് പ്ലേസ് ചെയ്യാൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു എലമെൻ്റ് ആണ്. ഈ വന്ന കാലഘട്ടത്തിൽ കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ രണ്ടുപേരും ജോലിക്ക് പോകുന്നു, അവരുടെയായിട്ടുള്ള കാര്യങ്ങൾ ബിസി, ടെലിവിഷൻ, ഇങ്ങനത്തെ പല ഡിസ്ട്രാക്ഷൻസ് ഉള്ളതിൻ്റെ കാരണം എത്രയധികം മൂല്യങ്ങൾ പാസ് ചെയ്യാൻ ഒക്കുന്നോ എന്നുള്ളൊരു കാര്യം സംശയമാണ്. സോ ആദ്യം അച്ഛൻ പറഞ്ഞ പോലെ മൂല്യങ്ങൾ ആദ്യം വരേണ്ടിയ ഫാമിലിയിൽ തന്നെയാണ്. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. അപ്പോൾ ഈ മൂല്യങ്ങളില്ലാത്ത മാതാപിതാക്കളാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ആ മൂല്യങ്ങൾ എന്തെങ്കിലും കിട്ടുമോ? അത് കുട്ടികളുടെ പുറത്ത് ഡിപ്പെൻഡ് ചെയ്യും അച്ഛാ. ഞാൻ ഈ വന്ന കാലഘട്ടത്തിൽ സ്കൂളുകളിലൊക്കെ വളരെയധികം സൂക്ഷിക്കുന്ന ഒരു കാര്യമാണ് ഹൗ ടു പാസ് ഓൺ ഗുഡ് വാല്യൂസ്. അതിൽ പല രീതിയിൽ പല പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് സ്റ്റാർട്ടിങ് ഫ്രം സ്ക്രാച്ച്. അതൊരിച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ഇമ്പോസിബിൾ. അതായത് ഭവനങ്ങളിൽ ലഭിക്കേണ്ട മൂല്യങ്ങൾ അവിടെ ലഭിച്ചു തുടങ്ങണം. അത് മാതാപിതാക്കളിൽ നിന്നാണ് നമുക്ക് ലഭിച്ചു തുടങ്ങേണ്ടത്. എന്നാൽ മാതാപിതാക്കൾ മൂല്യബോധമുള്ളവരല്ലെങ്കിൽ അത് പിന്നെ മറ്റു പല സ്ഥലത്ത് നിന്ന് നമുക്ക് എടുക്കേണ്ടതായിട്ട് വരും. എന്നാ ഇദ്ദേഹം എന്തോ പറയാൻ ശ്രമിക്കാനുള്ള പറഞ്ഞാട്ടെ. അച്ഛൻ പറഞ്ഞ ആദ്യം കുടുംബത്തിൽ നിന്നാണ് വാല്യൂ നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ ഇന്നത്തെ സമൂഹം എന്ന് പറയുമ്പോൾ പിള്ളേരുടെ നീ അവൻ്റെ മോളിൽ പഠിച്ച് നീ അവനെക്കാളും കൂടുതൽ സ്കോർ മാർക്കണം, ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡാണ് ഇപ്പൊ തന്നെ പേരൻസിന്റെ ഉള്ളിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് കുടുംബത്തിൽ നിന്നാണ് എന്ന് പറയാൻ ഇപ്പൊ വിഷമല്ലേ? ഫുൾ പെർസെന്റേജ് കുടുംബത്തിൽ നിന്നാണ് ഇത് കിട്ടേണ്ടത് എന്ന് പറഞ്ഞുവെങ്കിലും ഇന്ന് കുടുംബത്തിൽ നിന്ന് അത് കിട്ടാനായിട്ട് ഇച്ചിരി വിഷമമാണെന്നാണ് പറഞ്ഞത്. കാരണം ഞങ്ങളുടെ മാതാപിതാക്കൾ ഈ മൂല്യങ്ങൾ പകർന്നു തരുന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവനേക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങിക്കാൻ നീ വളരണം, അങ്ങനെയുള്ളൊരു കോമ്പറ്റീറ്റീവ് മനസ്ഥിതിയാണ് ഞങ്ങളുടെ ഉള്ളിലേക്ക് അവർ തരുന്നത്. വേണ്ട രീതിയിലുള്ള മൂല്യബോധം അല്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത് അല്ലേ? ഓക്കെ. ഈ ഭവനത്തിൽ ഈ മൂല്യബോധങ്ങൾ അഥവാ ലഭിക്കുന്നില്ലെങ്കിലും ഈ സ്കൂൾ തലങ്ങളിൽ, കോളേജ് തലങ്ങളിൽ ഈ മൂല്യബോധങ്ങൾ പകർന്നു കൊടുപ്പാൻ തക്കവണ്ണം ടീച്ചേഴ്സിന് എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങളുണ്ടോ? തീർച്ചയായും അച്ഛൻ പറഞ്ഞ പോലെ, ജിജി സാറ് പറഞ്ഞ പോലെ നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് ആദ്യ മൂല്യങ്ങൾ, ആദ്യ വിദ്യാലയമാണ് അവരുടെ ഭവനം. അപ്പം ആദ്യ അധ്യാപകരെന്ന് പറഞ്ഞ മാതാപിതാക്കളുമാണ്. അവരാണ് ആദ്യം മൂല്യബോധത്തിന് അടിത്തറയിടേണ്ടവരാ മാതാപിതാക്കളാണ്. തീർച്ചയായും അധ്യാപിക എന്ന നിലയിൽ അല്ലെങ്കിൽ അധ്യാപകർ എന്ന നിലയിൽ ഞങ്ങൾക്കും ഒരുപാട് ഉത്തരവാദിത്വമുണ്ട് നിങ്ങളോട്. നാളത്തെ തലമുറയെ വാർത്തെടുക്കുന്നവരാണല്ലോ വിദ്യാർത്ഥികൾ, അവരാണല്ലോ നാളെയുടെ ഭാവി. ആ നിലയ്ക്ക് അധ്യാപകർ എന്ന നിലയിൽ ഞങ്ങൾക്കും ചുമതലകളുണ്ട്. പഠിപ്പിക്കുക എന്നത് മാത്രമല്ല, മൂല്യബോധമുള്ളവരാക്കി വളർത്തുക. അതാണല്ലോ വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. ഗാന്ധിജി പറഞ്ഞ പോലെ, വിവേകാനന്ദൻ പറഞ്ഞ പോലെ, എഡ്യൂക്കേഷൻ്റെ ലക്ഷ്യം ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി. അതിന് ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒരു കുട്ടിയെ കൂടുതലായിട്ട് ക്ലാസ്സിൽ ഒരു ക്ലാസ് ടീച്ചറാണെങ്കിൽ കുട്ടികളെ കൂടുതൽ അടുത്തറിയുകയും അവരുടെ മറ്റു പ്രശ്നങ്ങൾ അവർ ആ ക്ലാസ് ടീച്ചറിനോട് ഷെയർ ചെയ്യുകയും ചെയ്യുന്നത് കാണുന്നുണ്ട്. ടീച്ചറെ, ഒരു സ്കൂളിൽ ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാല്യൂ എന്തുവാ, ഒരു മൂല്യം എന്തുവാ? ഏറ്റവും പ്രധാനപ്പെട്ട വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ എടുത്തു പറയാൻ പറ്റില്ല, അനേകം വാല്യൂസ് ഉണ്ട്. അതിലൊന്ന് 2-3 വാല്യൂസ് പറയാം. ഒന്ന് വിശ്വസ്തത, സ്നേഹം, സത്യസന്ധത. അപ്പോൾ സ്കൂളിലൂടെ അഥവാ വീട്ടിൽ നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിലും സ്കൂളിലൂടെ ഒരുപാട് മൂല്യബോധങ്ങൾ നിങ്ങളിലേക്ക് പകർന്ന് കിട്ടും എന്നാണ് ടീച്ചർ പറയുന്നത്. അതിന് സ്കൂള്, കോളേജ് ഇതൊക്കെ മുഖാന്തരമായി തീരുന്നുണ്ടെന്നാണ്. ഏതായാലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് മൂല്യങ്ങളിൽ അധിഷ്ഠിതമാണ്. മൂല്യങ്ങളില്ല എങ്കിൽ സംസ്കാരമില്ല. മൂല്യങ്ങൾ നഷ്ടപ്പെടുന്നിടത്ത് സംസ്കാരം നഷ്ടപ്പെടും. അങ്ങനെയാണെന്ന് വരികിൽ
നമ്മുടെ സംസ്കാരം നിലനിൽക്കണമെങ്കിൽ ചില മൂല്യങ്ങൾ, ആ സംസ്കാരത്തിലൂടെ നമ്മൾ ഉൾക്കൊണ്ടിട്ടുള്ള മൂല്യങ്ങൾ നമ്മൾ ഉയർത്തിപ്പിടിച്ചെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. അപ്പോൾ എന്തുമാത്രം വിലപ്പെട്ടതാണ് ഈ മൂല്യങ്ങൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത്, ആഫ്രിക്കയിൽ ഞാൻ കേട്ടിട്ടുള്ളത്, ചില ഗ്രാമങ്ങളിൽ സ്കൂളിൽ അവരോട് ടീച്ചേഴ്സ് ക്ലാസ് റൂമിൽ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ ഒരു കുട്ടിയോടായിരിക്കും ചോദിക്കുന്നത്. ഉടനെ ഈ കുട്ടി അവിടെ ഇരുന്നുകൊണ്ട് അടുത്തിരിക്കുന്ന ആളുടെ ചെവിയിൽ എന്തൊക്കെയോ പിറുപിറുക്കും. ആ ആൾ അടുത്തിരിക്കുന്ന ആളുടെ ചെവി പിറുപിറുക്കും. അങ്ങനെ ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചെവി കുറച്ചു നേരം പിറുപിറുത്തോണ്ടിരിക്കും. ആരും ഉത്തരം പറയത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ചെവിയിൽ ഇങ്ങനെ പിറുപിറുത്തതിന് ശേഷം ഈ ക്ലാസ്സിലെ കുട്ടികളെല്ലാം ഒരുമിച്ച് അങ്ങ് എണീറ്റ് നിൽക്കും. കുട്ടികളെല്ലാം കൂടെ ഒരുമിച്ച് എണീറ്റ് നിന്നിട്ട് ആ ക്ലാസ് മൊത്തമായിട്ട് ആ സാറ് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം പറയും. ഒരു കുട്ടിയോടാണ് ചോദിച്ചത് കേട്ടോ. പക്ഷെ ആ കുട്ടി അല്ല ഉത്തരം പറയുന്നത്, ക്ലാസ് മൊത്തമായിട്ട് എണീറ്റ് നിന്ന ഉത്തരം പറയുന്നത്. അത് അവരുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ്. ആ സംസ്കാരം എന്ന് പറയുന്നത്, എനിക്ക് അറിയാവുന്ന ഉത്തരം ഞാൻ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കും. ഞാൻ മാത്രം അവിടെ മിടുക്കനാകുകയല്ല, ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഉത്തരം പറഞ്ഞ് മിടുക്കന്മാരായി തീരും. അങ്ങനെയുള്ളൊരു സംസ്കാരം, അതാണ് ഈ ആഫ്രിക്കയിലുള്ള ചില ഗ്രാമങ്ങളിൽ ഇപ്പോൾ ഉള്ളത് എന്നാണ് ഞാൻ വായിച്ചു മനസ്സിലാക്കിയിട്ടുള്ള ഒരു സംഗതി. ഇതെത്ര ശ്രേഷ്ഠമായൊരു സംസ്കാരമല്ലേ? എനിക്കറിയാം സാറേ, എനിക്കറിയാം സാറേ എന്ന് പറഞ്ഞ് നമ്മൾ ഓരോരുത്തരും ചാടി എണീറ്റ് ഉത്തരം പറയും. എന്നാൽ ഉത്തരം അറിയാൻ വയ്യാത്ത ഒരാളിന് നമ്മളത് പറഞ്ഞു കൊടുക്കുമോ? അങ്ങനെ പറഞ്ഞു കൊടുത്താൽ നമ്മൾ അവരെ കൂടെ മിടുക്കന്മാരാക്കുക അല്ലേ? പക്ഷെ സാധാരണ നമ്മളത് ചെയ്യാറില്ല. അതുകൊണ്ട് നമ്മുടെ സംസ്കാരം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ചില മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങൾ നിലനിർത്തുമ്പോഴാണ് നമ്മുടെ സംസ്കാരം വിലയുള്ളതായിട്ട് തീരുന്നത്. ഇദ്ദേഹം എന്തോ പറയുകയാണല്ലോ, പറഞ്ഞാൽ. അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഒരു കുട്ടിക്ക് ഒരു ഉത്തരം അറിയില്ലെങ്കിൽ മറ്റുള്ളവരവന് പറഞ്ഞു കൊടുത്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഒരു ചോദ്യത്തിന് ഉത്തരത്തിൽ അവൻ അതിൽ നിന്ന് പോവുകയാണ്. മറിച്ചൊരു അധ്യാപകൻ അയാളെ കുട്ടിയെ എണീപ്പിക്കുക, അല്ലെങ്കിൽ അവനോട് അതിനുള്ള ഉത്തരം പറയുകയാണെങ്കിൽ അവന് അതിൽ കൂടിയ ഒരു നോളജാണ് അവന് മനസ്സിൽ പകർന്ന് കിട്ടുന്നത്. ആരുടെ മനസ്സിൽ പകരുന്നത്? കുട്ടിയുടെ മനസ്സിൽ വരാൻ പോകുന്നത്. പക്ഷെ ഒരു പക്ഷെ അവന് ഒരു വിഷമം ഉണ്ടായിരിക്കും, ഞാൻ മാത്രം ഉത്തരം പറഞ്ഞില്ലല്ലോ, അങ്ങനെ ഒരു വിഷമം ഉണ്ടാക്കാം. എങ്കിൽ കൂടിയും അവനൊരു പിന്നീട് അവനൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇദ്ദേഹത്തിന് അറിയാവുന്ന ഒരു ഉത്തരം അടുത്തിരിക്കുന്ന അറിയാൻ വയ്യാത്ത ഒരാളോട് പറഞ്ഞു കൊടുക്കുക. അദ്ദേഹം മറ്റൊരാൾക്ക് അത് പറഞ്ഞു കൊടുക്കുക. ക്ലാസ് മൊത്തം ആ ഉത്തരം മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ക്ലാസ് മൊത്തം എണീറ്റ് നിന്ന് ആ ഒരു ഉത്തരം പറഞ്ഞാൽ ഇവനെന്താ കുറവ് വരുന്നത്? കുറവൊന്നുമില്ല. എങ്കിൽ കൂടിയും ആ ഒരു ഉത്തരത്തിൽ നിന്ന് പോവുകയല്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അടുത്ത ചോദ്യം വരുമ്പോൾ അടുത്ത ഉത്തരം വരും. എങ്കിൽ കൂടിയും ഇപ്പോൾ ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു വൺ വേർഡ് ഉത്തരമായിരിക്കാം. അതെ. പക്ഷെ ഒരു അധ്യാപകൻ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഉത്തരത്തിന് വളരെ വൈഡ് ഒരു നോളജ് ഉണ്ടാവും. ഒരു അധ്യാപകൻ ആ ചോദ്യത്തിന്റെ ഒരു അധ്യാപകന്റെ അറിവിനോട് ഒരു കുട്ടിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നു. ഒരു അധ്യാപകൻ ആ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞു കൊടുക്കാനാണെങ്കിൽ പിന്നെ ഈ കുട്ടിയോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? അവന്റെ അറിവിനെയാണ് അധ്യാപകൻ ചോദ്യം ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം അധ്യാപകരിൽ നിന്ന് ലഭിക്കാനായിട്ട് നിങ്ങൾ നോക്കിയിരിക്കരുത്. നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കണം. അധ്യാപകരല്ല നിങ്ങളോട് ചോദ്യം ചോദിക്കേണ്ടത്. കൂടുതലും നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കണം. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ തന്നെ കണ്ടെത്താനായിട്ടൊരു ശ്രമം ചെയ്യണം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ, നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ള ഈ തലച്ചോറുണ്ടല്ലോ, ബുദ്ധിയുണ്ടല്ലോ, ഈ ബുദ്ധി വളരാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗം എന്താണെന്നറിയാമോ? ബുദ്ധി വളരാനുള്ള ഏറ്റവും നല്ല മാർഗം എന്നാ? എത്രയും ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുക. ഗോ ഓൺ ആസ്കിങ് ക്വസ്റ്റ്യൻസ്. കൂടുതൽ ചോദ്യം ചോദിക്കും തോറും നിങ്ങളുടെ തലച്ചോറിന് കൂടുതൽ എക്സസൈസ് കൊടുക്കുക. അതുകൊണ്ട് ഞങ്ങളുടെ ടീച്ചേഴ്സ് ഇതിൻ്റെ ഉത്തരവെല്ലാം പറഞ്ഞു തരട്ടെ എന്നും പറഞ്ഞിരിക്കരുത്. നിങ്ങൾ ശ്രമിച്ചിട്ട് കണ്ടെത്താൻ ഒക്കുന്നില്ല എങ്കിൽ ടീച്ചറിനോട് ചോദിച്ച് ഒരു സഹായം നമുക്ക് നേടാവുന്നതേ ഉള്ളൂ. എന്നാൽ ഇപ്പോൾ ആഫ്രിക്കയിലെ പോലെ ഒരു കുട്ടി മറ്റേ അടുത്തിരിക്കുന്ന കുട്ടികൾക്ക് എല്ലാ ആൻസറും പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആ അടുത്തിരിക്കുന്ന കുട്ടി വിചാരിക്കുകയില്ലേ, അവൻ എന്നത്തിനാ സ്വന്തമായിട്ട് പഠിക്കുന്ന, അടുത്തിരിക്കുന്ന കുട്ടി പഠിച്ചേച്ചിട്ട്
അവന് ഉത്തരം പറഞ്ഞു തരുവാണെങ്കിൽ അവന് എളുപ്പമാണല്ലോ. അപ്പൊ ഈ ചോദ്യം ഞാൻ പഠിച്ചില്ലേലും മറ്റവൻ അറിയാമല്ലോ, എനിക്ക് പറഞ്ഞു തരുമല്ലോ എന്ന് പറയുമ്പോൾ ഈ ചോദ്യം അവനോടാ ചോദിക്കുന്നെങ്കിലോ അവനെന്തോ ഉത്തരമാണ് പറഞ്ഞു കൊടുക്കുന്നത്? അറിയാൻ വയ്യാത്തൊരു കുട്ടിക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കാൻ വെക്കോ? അതുകൊണ്ട് എല്ലാവരും ഇത് പഠിക്കണം, അറിയാൻ വയ്യാത്തവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യണം എന്നുള്ളൊരു കോൺസെപ്റ്റാണ് അതിൻ്റെ പിറകിലുള്ളത്. അപ്പോൾ ഏതായാലും ഓരോ സമൂഹത്തിനും അതിൻ്റേതായ സംസ്കാരങ്ങളുണ്ട്. ആ സംസ്കാരങ്ങൾ വളർത്തിക്കൊണ്ടുവരുവാൻ ആ സംസ്കാരത്തിൻ്റെ മൂല്യങ്ങൾ നമ്മൾ നിലനിർത്തണം. നിങ്ങൾ ഒരുപാട് മൂല്യങ്ങൾ ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്തു. അതിൽ ഓരോന്നോരോന്നായിട്ട് നമുക്കിപ്പോൾ എടുത്ത് നോക്കാം. നിങ്ങൾ ആദ്യം പറഞ്ഞ മൂല്യം എന്തുവായിരുന്നു? റെസ്പെക്റ്റ് അല്ലേ? ബഹുമാനം. ജിജു സാറേ, ഈ ബഹുമാനത്തെക്കുറിച്ച് പറയുന്ന ഉടനെ നമുക്ക് പഴയ കാലത്തൊരു കോൺസെപ്റ്റ് ഉണ്ട്. അധ്യാപകരെ കാണുമ്പോൾ കുട്ടികൾ എണീറ്റ് നിൽക്കുക, ഉടുമുണ്ടാണ് ഉടുത്തിരിക്കുന്നെങ്കിൽ അതിൻ്റെ മടക്കിക്കുത്ത് അഴിച്ചിടുക, ഗുഡ് മോർണിംഗ് പറയുക. ഇതൊക്കെയാണ് ബഹുമാനത്തിൻ്റെ ഒരു അടയാളമായിട്ട് പണ്ടൊക്കെ കണ്ടിരുന്നത്. ഇപ്പോഴും അത് തന്നെയാണോ സാറേ ബഹുമാനം? അധ്യാപകനെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ എന്നാ അതിൻ്റെ അർത്ഥം എന്നാ? അച്ഛാ, ആദ്യമായിട്ട് പറയാനുള്ള ബഹുമാനം എന്ന് പറഞ്ഞ ഒരു വെർച്യൂ അല്ലെ ഒരു വാല്യൂ അല്ലെ ഒരു മൂല്യം, പ്രധാനപ്പെട്ട ഒരു വാല്യൂ ആണ് ഒരു മനുഷ്യ ജീവിതത്തിലുള്ളത്. ബഹുമാനം ഉണ്ടേൽ സകലതുകൊണ്ട്. ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നാ പറയുന്നത്. ഈ ബഹുമാനം ഇന്ന് അച്ഛൻ ചോദിച്ചതുപോലെ ഒരു സ്റ്റേജ് വരെ അധ്യാപകരെ ബഹുമാനിക്കുന്നതായിട്ട് ഇപ്പോൾ കാണുന്നുണ്ട്. ഞാൻ ഈയിടയ്ക്ക് എൻ്റെ പഠിച്ച സ്ഥാപനത്തിൽ ചെന്ന് മടങ്ങി തിരിച്ച് വന്നപ്പോൾ എൻ്റെ പഠിപ്പിച്ച ഒരു സാർ റിട്ടയർ ചെയ്ത് നടന്നു പോകുന്നതായിട്ട് കണ്ടു. ഞാൻ അവിടെ വണ്ടി നിർത്തി വെച്ച്, സാറേ ഐ വിൽ ഡ്രോപ്പ് യു വേർ യു വോണ്ട് ടു ഗോ എന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടുപോയപ്പോൾ ആ അധ്യാപകൻ പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ ഞങ്ങൾക്ക് തന്നുകൊണ്ടിരുന്ന ബഹുമാനം നിങ്ങളുടെ ഉള്ളിൽ നിന്നുള്ള ബഹുമാനമായിരുന്നു. ഇപ്പോൾ ഇറ്റ്സ് ജസ്റ്റ് ദി ഔട്ടർ റെസ്പെക്ട് ദാറ്റ് വി ഗെറ്റ്. അതിന് എവിടോ ഈ പാളിച്ച പറ്റിയിട്ടുണ്ട്. അപ്പൊ വരുന്ന ഇപ്പോഴത്തെ തലമുറയെ കുറിച്ച് അധ്യാപകരും പറയുന്ന ഒരു കാര്യം, പണ്ടത്തെ കുഞ്ഞുങ്ങള് ആത്മാർത്ഥമായി കൊടുത്തുകൊണ്ടിരുന്ന ബഹുമാനം ഇപ്പോൾ ഈ തലമുറ നൽകുന്നില്ല എന്നൊരു പരാതിയാണ്. ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ ടീച്ചറിനോട് ചോദിക്കട്ടെ, ടീച്ചറെ, ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അധ്യാപകരെ ബഹുമാനിക്കുന്നുണ്ടോ? എനിക്ക് വേണ്ട രീതിയിൽ ബഹുമാനം ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം പഴയ തലമുറയെ അപേക്ഷിച്ച് നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ആ ലെവലിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നേ ഉള്ളൂ. അല്ലാതെ അധ്യാപകർക്ക് വേണ്ട ബഹുമാനം കിട്ടുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. അച്ഛൻ പറഞ്ഞ പോലെ എല്ലാ കുട്ടികൾക്കും അവരുടേതായ കഴിവുണ്ട്. പഴയ കാലത്തെ അപേക്ഷിച്ച് ഇപ്പോൾ ക്ലാസ്സിൽ എല്ലാവർക്കും തുല്യ പ്രാധാന്യം ലഭിക്കുന്നുണ്ട്. ക്ലാസ്സിൽ പുറകോട്ടായിരിക്കുന്ന കുട്ടികളെ അവൻ കയറി വരാൻ വേണ്ടി ഞങ്ങൾ പല ടാസ്കും അവന് പ്രത്യേകമായി കൊടുക്കാറുണ്ട്. അവനൊരു ആൻസർ ഒരു ചെറുതാണെങ്കിലും പറയുന്നത് അത് വലിയ പ്ലസ് ആയിട്ട് ചെയ്ത് പോയിന്റ്സ് ഞങ്ങൾ. അപ്പോൾ ടീച്ചർ പറയുന്നത് ക്ലാസ്സിലെ കുട്ടികളെയൊക്കെ ക്ലാസ് ടീച്ചർ എന്നുള്ള നിലയിൽ വേണ്ട ഒരു വില കൊടുക്കുന്നുണ്ടെന്നാ പറഞ്ഞത്. യെസ്, പറഞ്ഞോ. എനിക്കറിയാവുന്ന ടീച്ചർമാരിലൊക്കെ ഇപ്പോൾ പഠിക്കാൻ മോശപ്പെട്ട ഒരു കുട്ടിയാണ് വിചാരിക്കുക. അപ്പോൾ ആ ടീച്ചർ ആ ഒരു കുട്ടിക്ക് വേണ്ടി ഇന്ന സമയം കണ്ടെത്തി അവനെ വിളിച്ച് അവൻ്റെ പ്രശ്നങ്ങളൊക്കെ അന്വേഷിച്ച് അവനെ കുറേ ഉപദേശമൊക്കെ നൽകി അവനെ മിടുക്കനായി കൊണ്ടുവന്നു. അതായത് പഠിക്കാനായിട്ട് അല്പം പിറകിലേക്കുള്ളൊരു വിദ്യാർത്ഥിയാണെങ്കിൽ ടീച്ചേഴ്സ് അവൻ്റെ അടുക്കൽ ചെന്ന് അവന് പ്രോത്സാഹനം കൊടുത്ത് അവനെ ഉയർത്തിക്കൊണ്ട് വരുവാനായിട്ടുള്ള ശ്രമം നിങ്ങൾ അതോടെ ഏഗ്രി ചെയ്യുന്നുണ്ടോ? അങ്ങനെയൊക്കെ നടക്കുന്ന കാര്യമാണോ? അധ്യാപകരിലുള്ള വിശ്വാസം നഷ്ടപ്പെടുമ്പോഴാണ് കുട്ടികളുടെ അവരോടുള്ള ബഹുമാനം നഷ്ടമാകുന്നത്. ഇന്നത്തെ കാലത്ത് അധ്യാപകരോടുള്ള ആ ബഹുമാനവും വിശ്വാസവും ഒക്കെ നിങ്ങൾക്ക് നഷ്ടമാകുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ചില സന്ദർഭങ്ങളിൽ നമ്മൾ എന്തോരം അവർക്ക് നമ്മുടെ മാനസികമായ വിഷമങ്ങൾ പറഞ്ഞ് അവരോട് നമ്മൾ വെളിപ്പെടുത്തുവാണെങ്കിൽ അവരുടെ റെസ്പോൺസ് എന്തായിരിക്കുമെന്ന് നമ്മൾ ഭയപ്പെടുന്നുണ്ടല്ലേ? നമ്മുടെ കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സിനോട് തുറന്നു പറഞ്ഞാൽ അവർ ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നൊരു ഭയം ഇദ്ദേഹത്തിന് അങ്ങനെയുണ്ടോ? ഭയമില്ലാതില്ല എങ്കിൽ കൂടിയും ജിജു സാർ പറഞ്ഞ പോലെ ഗീവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട്. അങ്ങനെ നോക്കുമ്പോൾ ഒരാൾക്കൊരു ബഹുമാനം കൊടുത്താലാണ് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇതിനോട് നിങ്ങൾ ആരെങ്കിലും എഗ്രി ചെയ്യുന്നുണ്ടോ? ബഹുമാനം കൊടുത്തെങ്കിലേ ബഹുമാനം കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇതിനോട് എഗ്രി ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കേൾക്കണം. യെസ്, പറഞ്ഞാട്ടെ.
അതിനോട് എഗ്രി ചെയ്യുന്നില്ല. കാരണം ഒരാളുടെ പ്രായം വെച്ച് തന്നെ നമ്മൾ അതിൽ റെസ്പെക്ട് ചെയ്യേണ്ടതുണ്ട്. ഇപ്പം ഒരു 10 വയസ്സായ ഒരു കൊച്ച് ഒരു 90 വയസ്സായ ഒരു അമ്മയോട് റെസ്പെക്ട് ചെയ്യേണ്ടതുണ്ട്. അത് അവരുടെ സ്വഭാവം വെച്ച് നമുക്ക് അളക്കാൻ പറ്റുന്നതല്ല. എന്റെ സുഹൃത്ത് ദേവിശ്രീ പറഞ്ഞ പോലെ ഒരു 10 വയസ്സുള്ള ഒരു കൊച്ചിന് 90 വയസ്സുള്ള ഒരു അമ്മച്ചിയുമായി ഒരു ബഹുമാനം, ഈ 10 വയസ്സിനുള്ള പറയുന്നത് ഒരു നിഷ്കളങ്കമായ ഒരു പ്രായമാണ്. ഒരു കൊച്ചിന്റെ ഒരു ബഹുമാനം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു കൊച്ചിന്റെ അടിത്തട്ടിൽ, മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് തോന്നുന്ന ഒരു വിർച്വൽ. അപ്പൊ ഈ പറഞ്ഞതനുസരിച്ചാണെന്ന് വരികില്ല, ഒരാളോട് ബഹുമാനം തോന്നണമെങ്കിൽ അമ്മച്ചിക്ക് 90 വയസ്സാകണം, കൊച്ചൻ 10 വയസ്സ് നിൽക്കുകയും ചെയ്യണം. അതല്ല ഞാൻ പറയുന്നത് വെച്ചാൽ ഈ 90 വയസ്സായ അമ്മച്ചി എങ്ങനെ ഒരു ആ കൊച്ചിനോട് ക്രൂരമായിട്ടാണ് പെരുമാറുന്നതെങ്കിൽ ആ കൊച്ചിന് അങ്ങനെ ഒരു സ്നേഹവും ബഹുമാനവും അമ്മച്ചിയോട് തോന്നുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മച്ചി അതുപോലെ തന്നെ ആ കൊച്ചിനോട് പെരുമാറേണ്ടിയിരിക്കണം. അതുപോലെ തന്നെയാണ് എല്ലാ സമൂഹത്തിന്റെ കൊടുത്തെങ്കിലേ നമുക്ക് ബഹുമാനം കിട്ടുകയുള്ളൂ എന്നുള്ളതിനോട് ഇദ്ദേഹം ഉറപ്പിച്ച് പറയുക. നിങ്ങളെല്ലാം അതിനോട് എഗ്രി ചെയ്യുന്നുണ്ടോ, സമ്മതിക്കുന്നുണ്ടോ? ബഹുമാനം കൊടുത്തെങ്കിലേ ബഹുമാനം കിട്ടുകയുള്ളൂ. ആർക്കെങ്കിലും എതിരായി ഞാൻ ചോദിച്ചോട്ടെ, അച്ഛനോട് ഒരാൾ ബഹുമാനം, അച്ഛനോട് ഒരാൾ അപമരായിട്ട് പെരുമാറുകയാണെങ്കിൽ അച്ഛൻ അതുപോലെ ഒരാളോട് പെരുമാറാൻ സാധിക്കുമോ? സ്നേഹത്തോടെ അല്ലെങ്കിൽ എന്താ പറയാ? അതൊരു നല്ല ചോദ്യമാ. എന്നെ ആരെങ്കിലും ബഹുമാനിക്കുന്നില്ലെങ്കിൽ എനിക്ക് അവരെ ബഹുമാനിക്കാനായിട്ട് തോന്നുന്നു. സ്നേഹവും ബഹുമാനവും എല്ലാം ഒരുമിച്ച് പോകുന്ന ബഹുമാനിക്കാനായിട്ട് സാധിക്കും. നല്ലൊരു ചോദ്യമാണ്. ഈ ചോദ്യത്തിൽ നിന്ന് നമ്മളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ജിജു സാറൊക്കെ അതിനോട് എഗ്രി ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ എന്നെ ബഹുമാനിക്കുന്നെങ്കിൽ മാത്രമേ എനിക്ക് മറ്റുള്ളവരെ ബഹുമാനിക്കാൻ സാധിക്കത്തുള്ളൂ. ഞാൻ എന്നെ ബഹുമാനിക്കുന്നെങ്കിൽ മറ്റൊരാൾ എന്നെ ബഹുമാനിക്കുന്നില്ലെങ്കിലും ഞാൻ ഓക്കെയാ. മനസ്സിലായോ? ഞാൻ എന്നെ വിലയുള്ളവനായിട്ട് കാണുകയും ഞാൻ എന്നെ ബഹുമാനിക്കുകയും ചെയ്താൽ എനിക്ക് മറ്റുള്ളവരെ ബഹുമാനിപ്പാൻ സാധിക്കും. ഞാൻ വിലയുള്ളവനാണെന്ന് എന്നോട് തന്നെ ഞാൻ പറയുകയും മനസ്സിലാക്കുകയും ചെയ്താൽ മറ്റൊരാൾ എനിക്ക് വില തരുന്നില്ലെങ്കിലും എൻ്റെ വില നഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കും. അച്ഛാ, അതിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യമുണ്ട്. അതിനോട് തന്നെ കണക്ട് ചെയ്ത് പോകുന്ന ഒരു വാക്യാണ് ഈ. പിന്നെയും ഞാനൊരു പഴഞ്ചൊല്ലിലോട്ട് പോവാം. ഐ ഡു നോട്ട് കമാൻഡ് റെസ്പെക്ട് ബട്ട് ഐ ഡിമാൻഡ് റെസ്പെക്ട്. ഈ ഒരു പദം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലിമെൻ്റ് ആണ് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഈ ബഹുമാനത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ. അച്ഛൻ മുമ്പ് പറഞ്ഞ പോലെ ഞാൻ എന്നെ തന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നെങ്കിൽ ഐ ആം ഡിമാൻഡിങ് റെസ്പെക്റ്റ്. ആ സമയത്ത് എനിക്ക് കംപ്ലീറ്റ് ഫ്രീഡം ഉണ്ട്. നിങ്ങൾ എന്നോട് ഈ രീതിയിൽ പെരുമാറാനുള്ള ഒരു സാധ്യതകളും ഞാൻ ഒരുക്കി തന്നിട്ടില്ല, പിന്നെ എന്തിനാ എന്നോട് ഈ രീതിയിൽ ബിഹേവ് ചെയ്യുന്നത് എന്ന് ചോദിക്കാനുള്ള പൂർണ്ണ അവകാശം നിങ്ങൾക്ക് കിട്ടും. ആ സമയത്താണ് അച്ഛാ ഈ കൺസെപ്റ്റ് ഓഫ് ഡിമാൻഡിങ് റെസ്പെക്ട് റാദർ ദാൻ കമാൻഡിങ് റെസ്പെക്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജിജു സാർ പറഞ്ഞത്. അതായത് നമ്മളിൽ തന്നെ വിലയുള്ളവരല്ലെങ്കിൽ മറ്റുള്ളവരെ വിലയുള്ളവരായിട്ട് കാണുവാൻ നമുക്ക് സാധിക്കത്തില്ല. മറ്റുള്ളവർ നമ്മെ വിലയുള്ളവരായിട്ടും കാണത്തില്ല. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അടിസ്ഥാനപരമായിട്ടുള്ളത് സ്വയം വിലയും ബഹുമാനവും ഉള്ളവരായി തീരുക. നമ്മുടെ ഇടയിൽ നമ്മൾ പാലിക്കേണ്ടതായുള്ള മൂല്യബോധങ്ങൾ, ഇതിനെക്കുറിച്ചാണ് നിങ്ങൾ വളരെ ലൈവ്ലി ആയിട്ട് ഇത്രയും നേരം ചർച്ച നടത്തിയത്. ഈ മൂല്യബോധങ്ങൾ പലപ്പോഴും നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ് നമ്മുടെ കൾച്ചർ തന്നെ നമുക്ക് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ഈ ചർച്ചകൾ നമ്മുടെ മൂല്യബോധത്തെ വീണ്ടെടുപ്പാൻ തക്കവണ്ണം നമ്മെ സഹായിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു. ഇതിൻ്റെ തുടർച്ച നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ചയ്ക്കായിട്ട് എടുക്കാവുന്നതത്രേ. ഞാൻ എന്തുകൊണ്ടാണ് വിലയുള്ളവനാകുന്നത്? എന്നെ വിലയുള്ളവനായിട്ടാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ഇന്നത്തെ സൊസൈറ്റി എന്ന് പറയുന്നത് മത്സരത്തിന്റെയും അല്ലെങ്കിൽ കുരുട്ടുബുദ്ധിയുടെ ലോകമാണ്. ഞാൻ ദൈവത്തിന് സൃഷ്ടിയാണ് അല്ലെങ്കിൽ നീ ദൈവത്തിന് സൃഷ്ടിയാണ് ഒരിക്കലും ഒരാൾക്ക് പറയാൻ സാധിക്കില്ല. നിങ്ങൾക്ക് റെസ്പെക്ട് തരാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല, നിങ്ങൾക്ക് റെസ്പെക്ട് ആയിട്ട് തരണ്ട, ഇങ്ങനെയുള്ള പറയുന്നതിന്റെ ഒരു സാധ്യത ഒരുക്കി വെക്കുന്നത് നമ്മൾ തന്നെയാണ്. സമൂഹം എപ്പോഴും ഒരാളെ വിലയിരുത്തുന്നത് അയാളുടെ ചീത്ത സ്വഭാവങ്ങളാണ് കൂടുതൽ എടുത്തു കാണിക്കാൻ ശ്രമിക്കുന്നത്. നമ്മുടെ സ്വന്തം കഴിവുകൾ എന്താണെന്ന് നാം കണ്ടെത്തി അതനുസരിച്ച് ജീവിതം നയിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. ഈ സമൂഹത്ത് പൈസ ഇല്ലാത്തവർ അടിച്ച് അമർത്തപ്പെടുകയാണ്. പണമല്ല അന്തിമമായിട്ട് നമ്മുടെ വാല്യൂ നിശ്ചയിക്കുന്നത്. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക.
The producer, White Tips, Shalom Television, Perunamuri PO, Kozhikode, Kerala, India. PIN 673528. Email shalomwhitetips@gmail.com.